ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് കായൽ വാളമീൻ കറി വയ്ക്കാം. അതിനായിട്ട് വാളമീൻ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ അതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ ചതച്ച ഇഞ്ചിയും ഉള്ളിയും ഇട്ട് കൊടുക്കുക. അത് എണ്ണയിലിട്ട് നല്ല മൂപ്പിക്കുക. 2 പച്ചമുളക് കീറിയത്, കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് എണ്ണയിലൊന്നിട്ട് വഴറ്റുക. ചെറുതായിട്ട് ഒന്ന് ചുമക്കുന്നത് വരെ ഒന്ന് വഴറ്റണം. വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. നന്നായിട്ട് മൂക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് 1 മിനിറ്റ് ഒന്ന് എണ്ണയിലിട്ട് തീ ഓഫാക്കിയതിന് ശേഷം വേണം ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ടേസ്റ്റ് തന്നെ പോകും. ഇനി 2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കുക. ഞാൻ 2 കുടംപുളി ചെറിയ പീസുകളാക്കി എടുത്തതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുടംപുളി നന്നായിട്ട് തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാ കഷ്ണങ്ങളും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തവിയും കൊണ്ട് ഇളക്കി എല്ലാം ഒന്ന് മെല്ലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഏകദേശം അത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനിയും എല്ലാ വശവും ഒന്ന് മെല്ലെ ഒന്ന് ഒതുക്കി കൊടുക്കുക. അധികം കൂട്ടി ഇളക്കരുത്. അത് സോഫ്റ്റായിട്ടുള്ളൊരു മീനായതുകൊണ്ട് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. ഇനി ഒന്നും കൂടെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടെ അതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനത് തീ ഓഫാക്കി കുറച്ച് നേരം വെച്ചിരുന്നു. അതാണ് ഇങ്ങനെ ഒന്ന് ചൂടാറിയ പോലെ ഇരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ അത് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പ് തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് എല്ലാം കൂടെ ഒന്ന് ഒതുക്കി കൊടുത്ത് ഒന്ന് ചെറുതാക്കി, ചെറിയ തിള വരുമ്പോൾ തന്നെ അത് ഓഫാക്കണം. അധികം വെട്ടി തിളയ്ക്കണ്ട. ഇപ്പം എല്ലാം ശരിക്കും തിളച്ച് റെഡിയായിട്ടുണ്ട്. ഇപ്പം ഇനി ഒന്ന് കറിവേപ്പില അതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കായൽ വാളമീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.